ഇന്ത്യൻ ഗവൺമെന്റ് അതിന്റെ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തു 2016 ഏതാണ്ട് 7-8 വർഷങ്ങൾക്ക് മുൻപ്. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഗതി മാറാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന മോണിറ്ററിംഗ് അതോറിറ്റിയുടെ ഫോർമേഷനോട് കൂടിയിട്ടാണ്. വലിയ ചേഞ്ചാണ് ഡയറക്ട് സെല്ലിങ്ങിൽ വരാൻ പോകുന്നത്. നമ്മളിൽ ആരെങ്കിലും ഇത് മനസ്സിലാക്കാതെ മാറി നിന്നാൽ നമ്മൾക്കാണ് ഇതിന്റെ നഷ്ടം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. മോഹൻലാൽ ഇപ്പോൾ ഒരു 10 പടം അഭിനയിച്ചിട്ടില്ലെങ്കിലും ഫിലിം ഇൻഡസ്ട്രി അടച്ചുപൂട്ടാനൊന്നും പോകുന്നില്ല. മോഹൻലാൽ ഫാൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ പർട്ടിക്കുലർ പേര് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ, ചെരുപ്പൊന്നും വലിച്ചെറിയും. ഓക്കെ, അപ്പൊ ഡയറക്ട് സെല്ലിങ്ങിന്റെ പല ചട്ടങ്ങളും സമയാസമയങ്ങളിൽ മാറ്റുന്നുണ്ട്. മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറ്റങ്ങളുടെ പാർട്ടായിട്ടാണ് ഈ വരാൻ പോകുന്ന ഫെബ്രുവരി 19 നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ സ്റ്റഡീസ്, പണ്ട് ഡിപ്ലോമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഡിപ്ലോമ മാത്രമല്ല, LLB എടുക്കാം, നിങ്ങൾക്ക് ലോയർ ആവാം, ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കാം. പല യൂണിവേഴ്സിറ്റീസ്, ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റീസിലും ഡയറക്ട് സെല്ലിങ്ങിന്റെ കോഴ്സുകൾ ആരംഭിച്ചു. കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹിമാചൽ യൂണിവേഴ്സിറ്റി, പല യൂണിവേഴ്സിറ്റികളിലും ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കോഴ്സുകളുണ്ട്. നിങ്ങളുടെ കുട്ടികളെ വേണമെങ്കിൽ അവിടെ പറഞ്ഞയച്ച് പഠിപ്പിക്കാം. 1.5, 2, 2.5, 3 ലക്ഷം രൂപയോളം ചെലവുണ്ട്. അതല്ലെങ്കിൽ സുജിത് സാർ നടത്തുന്ന ഈ പ്രോഗ്രാമിൽ, വേണു സാറൊക്കെ കൂടുന്ന ഈ പ്രോഗ്രാമിൽ 100-200 രൂപ ഒന്നും കളിച്ച് ചുളിവിൽ പഠിച്ചിട്ട് പോവാം. അവരുടെ ഇഷ്ടം. കാശ് കൂടുതലുണ്ടെങ്കിൽ അവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കാം. അതല്ലെങ്കിൽ അല്ലേ ഷിജു, ഇവിടെ വന്നിരുന്നിട്ട് നമ്മളൊക്കെ പറയുന്നത് കേട്ട് വേണം പഠിക്കാം. നമ്മളെ ഫേസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിടാം. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ എന്തിനാണ് RCM? വൈ RCM? ഡയറക്ട് സെല്ലിംഗ് എന്തായാലും, ഡയറക്ട് സെല്ലിംഗിൽ ഇന്നും ആയിരക്കണക്കിന് കമ്പനികൾ ഉണ്ട്. RCM എന്തിന്? വൈ RCM എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞ 25 സക്സസ്ഫുൾ ഇയേഴ്സ് ആണ് നമ്മൾ പിന്നിട്ടത്. അതിന് നമ്മൾ വലിയൊരു കൈയടി കൊടുക്കേണ്ടതാണ്. അത് സാധാരണഗതിയിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ 25 വർഷം, അതൊന്നും അല്ല. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. 25 വർഷം ഒരു മനുഷ്യന് കടം വാങ്ങാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ആണോ അല്ലയോ? കടം വാങ്ങും. നമ്മൾ എത്ര കാശാ കടം വാങ്ങുന്നു? ഈ 25 വർഷമായിട്ട് RCMന് ഇതുവരെ മാർക്കറ്റിൽ 1 രൂപ പോലും കടമില്ല എന്നുള്ളത് ഇതിന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. 25 സക്സസ്. അതുകൊണ്ടാണ് 25 സക്സസ്ഫുൾ ഇയേഴ്സ് എന്ന് പറയാനുള്ള കാരണം. ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ നല്ല കൈയ്യടി കൊടുക്കണം. കാരണം ഒരു പ്രോഡക്റ്റ്, ഒരൊറ്റ പാന്റ് പീസിൽ നിന്ന് 4500ഓളം പ്രോഡക്റ്റുകളിലേക്ക് എത്തിച്ച ഒരു വിഷണറി ഡയറക്ടർ. ഏതോ കാലത്ത് RCM സ്റ്റാർട്ട് ചെയ്തു. അന്നേ ഇതേപോലത്തെ മോണിറ്ററിംഗ് അതോറിറ്റി വരുമെന്നും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ത്യയിലെ വലിയൊരു ഇൻഡസ്ട്രിയായി മാറുമെന്നൊക്കെ മനസ്സിലാക്കി ഏതോ കാലത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറികള്, ഗോഡൌണുകള്, വെയർ ഹൗസസ്, ഇന്ന് നമ്മളെ കോഴിക്കോട് വരെ RCMന്റെ വെയർ ഹൗസ് കൊണ്ടുവന്ന് സ്വന്തം സ്ഥലത്ത് ബിൽഡിംഗ് പണിഞ്ഞ് ഇന്ന് കേരളത്തിന് വേണ്ട പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വിഷണറി ഡയറക്ടർ എന്ന് പറയുന്നത്. വരാൻ പോകുന്ന കാലത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്ന ആളുകളെയാണ് നമ്മൾ വിഷണറി പേഴ്സൺ എന്ന് പറയും. ഞാന് കേരളത്തിൽ വന്നപ്പോ രാജേട്ടന് പ്ലാൻ പറഞ്ഞു കൊടുത്തു. ആദ്യമായിട്ട് കേരളത്തിൽ രാജേട്ടനാണ് പ്ലാൻ കൊടുത്തത്. അതിനുശേഷം സുജിത് സാറിന് പ്ലാൻ കൊടുത്തത്. സുജിത് സാർ എന്നോട് ചോദിച്ചു, കേരളത്തിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അന്നൊരു കള്ളത്തരം പറഞ്ഞ, സോറി. പക്ഷേ എനിക്ക് കേരളത്തിൽ ഇതിന് വളർച്ച കിട്ടാനുള്ള കാരണം സുജിത് സാർ. ഞാൻ 19ാമത്തെ വയസ്സിൽ നാടുവിട്ടതാ. എനിക്ക് കേരളത്തിൽ ആരും അറിയില്ല. അന്ന് സുജിത് സാർ പിടി തന്നതുകൊണ്ട്, സുജിത് സാറിനെ പെടുത്താൻ പറ്റിയതുകൊണ്ട്, പെടുത്താൻ പറ്റിയത് കൊണ്ട് ഇന്ന് കേരളത്തിൽ വലിയ ഒരു ബിസിനസ് ആയിട്ട് RCM മാറി. അതുകൊണ്ട് നമ്മൾ സുജിത് സാറിന് ഒരു പേരിട്ടു, കേരളത്തിലെ അദ്ദേഹം മഴ അറിയില്ല, ഈ സോപ്പൊക്കെ എടുത്തറിയാം. പരശുരാമൻ മോഡേൺ പരശുരാമൻ, ഗോതമ്പ് പൊടി
മുളക് വലിച്ചെറിയരുത് കേട്ടാ. ആണ് ആളുകൾ ചാടി പിടിക്കുകയാണ് സോപ്പും ഒക്കെ, കാരണം എല്ലാവർക്കും വേണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയണം. അപ്പൊ അതൊക്കെ ചാടി പിടിക്കുക, അവരൊക്കെ പിടിച്ച് സ്പോൺസർ ചെയ്യാം. എന്ത് സിമ്പിൾ അല്ലേ ആശയം. അതിനുവേണ്ടി നമ്മൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. ആ വല്ല ടീമിലുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് പിടിച്ചു ചേർത്ത് അങ്ങോട്ട് പിടിച്ചു ചേർത്ത് ഈ ചക്കപ്പശ പോലെ ചവിട്ടി തേച്ച് അവസാനം കയ്യിലും കാലിലും ഒക്കെ കൂടി അടച്ച്. എത്രയോ ആളുകൾക്ക് ആർസിയം അറിയാത്ത ആൾക്കാർക്കുണ്ട് കേരളത്തിൽ. ഞാൻ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഞാൻ വിചാരിച്ച ഞാൻ വലിയ പോപ്പുലർ ആയിട്ടുള്ള ഫിഗർ ആയിരിക്കുന്നു. ഒരു മനുഷ്യനറിയില്ല, സത്യം. ഞാൻ റെയിൽവേ സ്റ്റേഷനൊക്കെ ചെന്ന് നമ്മൾ സൂമിൽ സംസാരിക്കുന്നു, ഇതേ മീറ്റിങ്ങിൽ സംസാരിക്കുന്നു. ഗോപകുമാർ സാർ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ആളുകൾ, പരിചയമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ സാർ എന്നൊക്കെ പറഞ്ഞു. ഒറ്റ മനുഷ്യൻ. അപ്പോഴേ മനസ്സിലായത് ആർസിഎം കേരളത്തില് എവിടെ എത്തിയിട്ടില്ല. അത് എത്തിക്കാനുള്ള ആൾക്കാരാണ് നമ്മളെല്ലാം. ഓക്കെ, അപ്പം ഇദ്ദേഹം അത് അന്നേ കണ്ട് അതിന് വേണ്ട സ്റ്റെപ്സ് എടുത്തു. ഇന്ന് ഏറ്റവും ശക്തമായിട്ട് ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി ആർസിഎം. ഒരു ആർസിഎം എന്തിനു ചെയ്യണം എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ പോയിന്റ്, ഇത് ജനറേഷൻസിന്റെ ബിസിനസ്സാണ്. നമ്മള് ഒരു സോപ്പ് ആർസിഎമ്മിൽ നിന്ന് വാങ്ങുന്നു, ഒരു സോപ്പ് ആർസിഎമ്മിൽ നിന്ന് വിൽക്കുന്നു, ഒരു പേസ്റ്റ് വാങ്ങുന്നു വിൽക്കുന്നു. നമ്മൾ വിചാരിക്കും അയ്യോ എന്തൊരു മെനക്കെട്ട പരിപാടിയായിരുന്നു. മീറ്റിങ്ങിന് വരണം, മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഫ്രീ എൻട്രി ഇല്ല, അവിടെ കാശ് കൊടുക്കണം. ഒരു തൊല്ല പിടിച്ച പരിപാടി. ഇടയ്ക്കിടയ്ക്ക് ലീഡർ മീറ്റിംഗ്, ആ മീറ്റിംഗ്, ഈ മീറ്റിംഗ്, ഇതിന് പോണോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണല്ലോ. ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ല, പിന്നെന്തിനാ ഇന്ന് കഴിച്ചത്? പലരുടെയും ചിന്താഗതി അതാണ്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, ഇപ്പൊ അടുത്ത മീറ്റിംഗിന്റെ ആവശ്യമുണ്ടോ? ഓരോ സോപ്പും ഓരോ പേസ്റ്റും നമ്മുടെ കയ്യിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജനറേഷൻസിന്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഞാൻ ഇന്നൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലി ഞാൻ ചെയ്യുന്നത് ആ മാസത്തെ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെസ് ഓർ നോ? ആ മാസത്തെ ശമ്പളം അടുത്ത മാസം കിട്ടുമെന്ന് അറിയില്ല, ഉറപ്പില്ല. അങ്ങനെ എത്രയോ ലക്ഷം ആളുകളെയാണ് പല സെക്ടേഴ്സിൽ നിന്നും പിരിച്ചുവിടുന്നത്. ഗവൺമെന്റ് സെക്ടർ ആയതുകൊണ്ട് ഗ്യാരണ്ടി ഒന്നുമില്ല. ബാംഗ്ലൂരിൽ ഒരു IT ഉണ്ട്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്, കേട്ടിട്ടുണ്ടോ? എന്നോ അടച്ചുപോയി. എത്രയോ ആളുകളെ അവിടുന്ന് പിരിച്ചുവിട്ടു. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത്, ഫാക്ടറിയാണ്. അവിടെയാണ് നമ്മളെ പഴയ പണ്ടത്തെ ടെലിഫോൺസ് ഒക്കെ മാനുഫാക്ചർ ചെയ്തിരുന്നത്. അടച്ചത് ഗവൺമെന്റ് ഇൻഡസ്ട്രിയാണ്. സോ ഇന്നത്തെ കാലത്ത് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത കാലത്താണ് നമ്മൾ ജനറേഷൻസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ആർസിഎമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ദിവസം ഗോതമ്പ് പൊടി വാങ്ങുന്നു, ഒരു ദിവസം പേസ്റ്റ് വാങ്ങുന്നു, ഒരു എണ്ണ വെക്കുന്നു, കുറച്ച് ആൾക്കാരെ കൊണ്ടുവരുന്നു, ഒരു മീറ്റിംഗ് നടത്തുന്നു. വി ആർ വർക്കിംഗ് ഫോർ നോട്ട് ഫോർ ദിസ് മന്ത് ഇൻകം, വി ആർ വർക്കിംഗ് ഫോർ ജനറേഷൻസ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ട് നമ്മള് കുറച്ച് നമ്മളുടെ വിഷൻ, നമ്മളെ ഒരു മൂന്നാമത്തെ കണ്ണ് തുറക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ള 2 കണ്ണ് പോരാ. മൂന്നാം കണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. TC ഛബ്രാജി അദ്ദേഹത്തിന്റെ 2 മക്കളെയും ഓൾറെഡി ആർസിഎമ്മിലേക്ക് ഇറക്കി. മിസ്റ്റർ സൗരഭ് ഛബ്രാജിയും പ്രിയങ്ക അഗർവാളും നെക്സ്റ്റ് ജനറേഷൻ ആർസിഎമ്മിനെ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി റെഡിയായി. കേരളത്തിൽ പലതവണ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നല്ലൊരു കൈഡിയാണ്. വന്നോ? അവരെ കണ്ടെത്ര പേരുണ്ട് ഇവിടെ? എല്ലാവരും കണ്ടിട്ടുണ്ടോ? വെരി ഗുഡ്. എന്നിട്ട് മനസ്സിലായില്ല ആർസിഎം. നെക്സ്റ്റ് ജനറേഷൻസിലേക്ക് TCG ഹാൻഡ് ഓവർ ചെയ്തു. ഇന്ന് പല തീരുമാനങ്ങളും ഈ 2 മക്കളും കൂടിയാണ് ഇന്ന് ആർസിഎമ്മിന്റെ എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 മക്കളും ആർസിഎമ്മിന്റെ മെയിൻ കോർ ലീഡേഴ്സ്. കേരളത്തിൽ കോർ ലീഡർ ഉണ്ടോ? എവിടെയാണുള്ളത്?
ഞാൻ വേണമെങ്കിൽ തൊട്ട് കാണിച്ചു തരാം. എവിടെയാണുള്ളത് കോർ ലീഡർ? നിങ്ങൾ അവിടുന്ന് ചൂണ്ടി കാണിക്കേണ്ടി വരും. ഞാൻ തൊട്ടിട്ടുണ്ട്. കേരളത്തിൽ ആകെ 2 കോർ ലീഡേഴ്സേ ഉള്ളൂ. അവരോട് കൂടെ ചേർന്ന് നിന്ന് ഡിസിഷൻസ് എടുക്കുന്ന 2 പേരുടെ ഫോട്ടോ ഇപ്പൊ നിങ്ങൾ സ്റ്റേജിൽ കാണുന്നു. സൗരഭ് ഛബ്രാജിയും പ്രിയങ്ക അഗർവാളും. വേറൊരു ഫോട്ടോ കാണിച്ചു തരാം. എവിടെ കണ്ടിട്ടുണ്ടാ? ഇടത് ഭാഗത്തുള്ള ആളെ എനിക്കറിയില്ല, വട്സാറിന്റെ മോനാണ്. മറ്റേ ആളെ എനിക്ക് തീരെ അറിയില്ല, എന്റെ മോനാണ്.